ചോദ്യം നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ഇത് എളുപ്പമുള്ള ചോദ്യം തന്നെയാണ്. നമുക്ക് ചോദ്യം നോക്കാം. എക്സ് മൈനസ് 1/x ഇസ് ഈക്വൽ 3. എക്സ് നോട്ട് ഈക്വൽ 0 ആയാൽ x⁴ +1/x⁴ വില എന്ത്? അപ്പൊ ഇതിനകത്ത് നമുക്ക് a+b ഹോൾ സ്ക്വയറും അതുപോലെ തന്നെ a - b ഹോൾ സ്ക്വയറും വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഉത്തരം എളുപ്പത്തിൽ കിട്ടും. നോക്കാം നമുക്ക്. എക്സ് മൈനസ് 1/x ഇസ് ഈക്വൽ 3 നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും സ്ക്വയർ ചെയ്യുന്നു. അപ്പൊ ഈ ഇക്വേഷൻ സ്ക്വയർ ചെയ്യുമ്പോൾ x² - 2 ഇൻറ്റു എക്സ് ഇൻറ്റു 1/x എന്ന് കിട്ടും. പ്ലസ് 1/x² എന്നും കൂടി കിട്ടും. ഇസ് ഈക്വൽ ടു 9 ആണ് നമുക്ക് കിട്ടുന്ന ഉത്തരം. അപ്പൊ നമുക്ക് ഇതും വെട്ടിക്കളയാൻ പറ്റും. അപ്പൊ പിന്നെ കിട്ടുന്നത് x² - 2 + 1/x² ഇസ് ഈക്വൽ ടു 9 ആണ്. അപ്പൊ ഈ 2 ഇങ്ങോട്ട് കൊണ്ടുപോകാം. അപ്പൊ x² + 1/x² ഇസ് ഈക്വൽ ടു 11 നമുക്ക് ഉത്തരം കിട്ടും. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഫോർമാറ്റ് എന്ന് വെച്ചാൽ x² + 1/x² ഇസ് ഈക്വൽ ടു 11 എന്നാണ്. അപ്പൊ ഇനി ഇതിൽ നിന്ന് ഇങ്ങോട്ടേക്ക് മാറ്റാനായിട്ട് ഒന്നും കൂടി സ്ക്വയർ ചെയ്താൽ മതി നമുക്ക്. അപ്പൊ നമുക്ക് അത് ചെയ്യാം. x² + 1/x² ഹോൾ സ്ക്വയർ വരുന്നത് ഇസ് ഈക്വൽ ടു 11² ആണ് വരുന്നത്. അപ്പൊ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് x⁴ + 2 ഇൻറ്റു x² പ്ലസ് ഇൻറ്റു ആണ് 1/x² കിട്ടും പ്ലസ് 1/x⁴ വരും. ഇസ് ഈക്വൽ ടു 11 × 121 ആണ്. ഇനിയിപ്പോ ഇതും വെട്ടിക്കളയാൻ പറ്റും. ബാക്കിയുള്ളത് എഴുതാം. x⁴ + 2 + 1 /x⁴ ഇസ് ഈക്വൽ ടു 121. അപ്പൊ ഈ 2 ഇങ്ങോട്ട് പോകുമ്പോൾ മൈനസ് ആവും. അപ്പൊ നമുക്കത് 119 കിട്ടും. നമുക്ക് ഇവിടെ കിട്ടുന്നത് x⁴ + 1/x⁴ എന്നാണ്. അതല്ല ഈ ചോദ്യത്തിൽ നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ ഓപ്ഷൻ ഡി ആണ് ഈ ചോദ്യത്തിന് ഉത്തരമായിട്ട്.